السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ സ്നേഹവും അവൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ഒക്കെ ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും പേരുകൾ നമ്മൾ ഓർക്കാറില്ല. പക്ഷേ വളരെ കുറച്ച് ആളുകളുടെ പേരുകൾ നമ്മൾ ഓർക്കും. അവർ നമ്മുടെ മനസ്സുമായി വളരെ അടുക്കും. അവരുടെ സ്വഭാവങ്ങൾ നമുക്കറിയാം, അവരുടെ ഇഷ്ടങ്ങൾ നമുക്കറിയാം, അവരുടെ അനിഷ്ടങ്ങൾ നമുക്കറിയാം. അവരുമായി ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അത് നമുക്ക് പലപ്പോഴും നമ്മൾ ആ അനുഭവങ്ങൾ ഇങ്ങനെ അയവിറക്കും. ആ അനുഭവങ്ങൾ പലതും നമ്മൾ മറന്നു പോവുകയില്ല. ആ സ്മരണകളൊക്കെ പലപ്പോഴും നമുക്ക് ഭയങ്കരമായ സന്തോഷം പകരും. അവരെ കാണാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്ത ഏകാന്തത അല്ലെങ്കിൽ വിരഹം അനുഭവപ്പെടും. അവരെ കണ്ടാൽ നമുക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ടാകും, ദുനിയാവിലെ കൂട്ടുകാർ. നമ്മളൊരു ചെറിയ സമയം ആലോചിച്ച് നോക്കണം. കൂട്ടുകാർ എന്ന് പറയാൻ മാത്രം ബന്ധം ഈ ആളുകളോട് പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ടോ ഇല്ലയോ എന്നത്. സാഹിബ് എന്ന പദമാണ് അറബിയിൽ കൂട്ടുകാരന് പറയുന്ന പദം. സാഹിബ്, സുഹബത്ത്, സഹാബത്ത് എന്നൊക്കെ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. അതൊക്കെ അതിൽ നിന്ന് വന്നതാണ്. ഇത്തരത്തിൽ നമുക്കുണ്ടാകേണ്ട ചില സാഹിബുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നമുക്കൊരു സാഹിബ് ഉണ്ടാകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ എപ്പോഴും കൊതിയുള്ള, ഇഷ്ടമുള്ള, ആഗ്രഹമുള്ള, കണ്ടിട്ടില്ലെങ്കിൽ പ്രയാസമുണ്ടാകുന്ന, കണ്ടുമുട്ടിയപ്പോഴൊക്കെ ഉണ്ടായ പലതും, പല സ്മരണകളും നമുക്ക് നമ്മുടെ മുമ്പിൽ എപ്പോഴും തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടുകാരനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ നബി പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ വായിക്കണം. കാരണം ഖുർആൻ അതിൻ്റെ കൂട്ടുകാർക്ക്
ഖുർആൻ്റെ കൂട്ടുകാർക്ക് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ശുപാർശകനായി വരും എന്ന്. ശുപാർശകനായി വരും. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ബഖറയും സൂറത്ത് ആല ഇംറാനും പാരായണം ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തുഹാജാനി അൻ അസ്ഹാബിഹിമ. സാഹിബ് എന്നതിൻ്റെ ബഹുവചനമാണ് അസ്ഹാബ്. ആ രണ്ട് അധ്യായങ്ങളും അൽ ബഖറയും ആല ഇംറാനും അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്ത് തർക്കിക്കും എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യജീഉ സാഹിബുൽ ഖുർആൻ യൗമൽ ഖിയാമ ഫയഖൂലുൽ ഖുർആൻ റബ്ബി ഹുല്ലിഹി ഫയൽബസു താജുൽ കറാമ. ഖുർആനുമായി കൂട്ടുകൂടിയവനെ അള്ളാഹു ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. അപ്പോൾ ഈ കൂട്ടുകാരനായ ഖുർആൻ അവന് വേണ്ടി സംസാരിക്കും. അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഇവന് നീ നല്ല വസ്ത്രം ധരിപ്പിക്കണമേ. അപ്പോൾ അള്ളാഹു അവന് കറാമത്തിൻ്റെ ഒരു കിരീടം ധരിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വരുന്ന ഒരു വരവ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റഹു. ഖബർ പൊട്ടിപ്പിളർന്ന് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പാളിൽ മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോൾ ഖുർആൻ അവൻ്റെ കൂട്ടുകാരനെ കാത്തിരിക്കും. ആ കാത്തിരിക്കുന്നത് കർ റജുലി ഷാഹിബ് എന്നാണ്. ഒരു മനുഷ്യനെ പോലെ നിൽക്കുകയാണ് ഖുർആൻ. ഖുർആൻ മനുഷ്യരൂപം പ്രാപിക്കുമെന്നർത്ഥം. എന്നിട്ട് ഈ ഖബറിൻ്റെ അടുത്ത് ഖബർ പൊട്ടി നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കും, ഹൽ തഅരിഫുനി. നമ്മളാലോചിക്കും ആ ബന്ധം എന്തായിരിക്കും. ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ അറിയോ എന്ന് ചോദിക്കും. സ്വാഭാവികമായി നമ്മൾ പറയും, മാ അരിഫുക്ക്. നമ്മളറിയില്ലല്ലോ, അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഖുർആൻ മനുഷ്യരൂപത്തിലുള്ള ഖുർആൻ പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിൻ്റെ ഖുർആനായ കൂട്ടുകാരനാണ് എന്ന് പറയും. ഒരുപാട് നേരം സംസാരിക്കും. നബി ആ സംസാരമൊക്കെ പറയുന്നുണ്ട്. അന സാഹിബുക്കൽ ഖുർആൻ അല്ലത്തി അൽമഅതുക ഫിൽ ഹവാജിർ വഅസ്ഹർതു ലൈലക്. നട്ടുച്ച നേരത്ത് നിന്നെ ദാഹിപ്പിച്ചവനാണ് ഞാൻ. ഖുർആൻ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാനിരുന്നപ്പോൾ ദാഹം വന്നു എന്നർത്ഥം. നിൻ്റെ ഒരുപാട് രാത്രികളിൽ ഉറക്കമൊഴിപ്പിച്ചവനാണ് ഞാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കൂട്ടുകാരൻ. ഇപ്പോൾ ഖുർആൻ എന്ന ഒരു കൂട്ടുകാരൻ ഭയങ്കര അത്ഭുതമാണ്. ആ കൂട്ടുകാരനെക്കുറിച്ച് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാഹിബുൽ ഖുർആൻ കമസലിൽ ഇബിലിൽ മുഅല്ലഖ. കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണ് ഖുർആൻ എന്ന കൂട്ടുകാരൻ. ഇൻ അഹദ അലൈഹ അംസക്കഹ. ആ ഒട്ടകവുമായി നല്ല ബന്ധം പുലർത്തിയാൽ ആ ഒട്ടകം നമ്മളെ കൂടെ ഉണ്ടാകും. വൈൻ അത്ലഖഹ. അതിനോട് നല്ല ബന്ധം പുലർത്താതെ അതിനെ കെട്ടിയിടാതെ സംരക്ഷിക്കാതെ വിട്ടാലോ ദഹബത്ത്. ആ ഒട്ടകം വേറെ ആളെ നോക്കി പോകുമെന്ന്. ഇങ്ങനെ ഒരുപാട്. ഏറ്റവും അവസാനത്തെ ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിലെത്തിയിട്ടുള്ളൊരു രംഗമാണ്. അവിടെയും നമ്മൾ ഈ കൂട്ടുകാരനെ കാണും. യുഖാലു ലി സാഹിബിൽ ഖുർആൻ ഇർഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറൗഹ. സ്വർഗത്തിലെത്തിയിട്ട്, സ്വർഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ തന്നെ പറയും, ഈ ഖുർആനെ സാഹിബാക്കി കൂട്ടുകാരനാക്കി സ്വീകരിച്ചവരിനോട് പറയും, നീ ഓത് വായിക്കുക എന്ന് പറയും. എന്നിട്ട് പറയും, നീ ഓതി 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 എവിടെയാണോ നിൻ്റെ ഓത്ത് അവസാനിക്കുന്നത് അവിടെയാണ് നിൻ്റെ സ്വർഗത്തിലെ സീറ്റ്. എന്തുമാത്രം പരിഗണനയാണ് ഈ
ഖുർആൻ എന്ന കൂട്ടുകാരൻ മനുഷ്യന് നൽകുന്നത് എന്നർത്ഥം. ഇവിടെ കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ പറയാൻ ഖുർആനുമായുള്ള ആ ബന്ധം, സഹവാസം, അത് നബി ഉപയോഗിച്ച പദം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? സാഹിബ് എന്നാണ്. കൂട്ടുകാരൻ. അത് ഭയങ്കര രസമാണ് ആ കൂട്ടുകെട്ടിൻ്റെ അവസ്ഥ. ആ കൂട്ടുകെട്ടിൽ ചിലതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ ഒരു വാചകമാണ് സാഹിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയും ആ ഖുർആനിൻ്റെയും ഇടയിൽ ഉണ്ടായിരിക്കേണ്ട കണക്ഷൻ എന്താണ് എന്നാണ്. എന്നെങ്കിലും എപ്പോഴെങ്കിലും കണ്ട ഒരാളെ നമ്മൾ എന്താക്കൂല? സാഹിബാക്കൂല. കാണുകയും ബന്ധപ്പെടുകയും പരിചയപ്പെടുകയും അയാളുടെ സാന്നിധ്യം നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും അയാളുടെ അഭാവം നമ്മളെ ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് ആര്? സാഹിബ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കണം നമ്മുടെയും ഖുർആനിൻ്റെയും ഇടയിലുള്ള ബന്ധം? എന്താണ് ആ സാഹിബ് എന്ന ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുമ്പോൾ, പറയുമ്പോൾ നബിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭയങ്കരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നബിയുടെ ജീവിതത്തിൽ ഒരുപാട് രംഗങ്ങളിൽ നബി പ്രത്യേകിച്ച് വിളിച്ചിട്ടുണ്ട് സാഹിബുൽ ഖുർആൻ എന്ന്. ഹുനൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് സഹാബികളിൽപ്പെട്ട ചിലർ പിന്തിരിഞ്ഞോടി. ഹുനൈൻ യുദ്ധത്തിൽ 2 യുദ്ധം മുസ്ലിങ്ങൾക്ക് പ്രഥമ സന്ദർഭത്തിൽ പരാജയമുണ്ടായ രംഗമാണ്. ഒന്ന് ഹുനൈനും ഒന്ന് ഉഹദും ഹുനൈൻ. പിരിഞ്ഞോടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു പറഞ്ഞു, അവരെ വിളിക്ക്. എന്നിട്ട് വിളിക്കേണ്ട സ്വഭാവം പറഞ്ഞു കൊടുത്തു. ഒന്ന് പറഞ്ഞത് യാ അസ്ഹാബ ഷജറ എന്ന് വിളിക്കാൻ. അസ്ഹാബു ഷജറ എന്ന് പറഞ്ഞാൽ ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു നബിയുടെയും ഇസ്ലാം നബിക്ക് സഹായം നൽകാമെന്ന് ഏറ്റ ആളുകളുടെയും ഇടയിൽ വെച്ച്, ബൈഅത്തുൽ അഖബയിൽ വെച്ചുണ്ടായ. അതൊരു മരത്തിൻ്റെ ചൂട്ടിലായിരുന്നു. ആ മരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നബി അങ്ങനെ വിളിച്ചു, യാ അസ്ഹാബ ഷജറ. രണ്ടാമത് വിളിച്ചത് എന്താ അറിയോ? യാ അസ്ഹാബ സൂറത്തുൽ ബഖറ എന്നാണ്. യാ അസ്ഹാബ സൂറത്തുൽ ബഖറ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ചില അധ്യായങ്ങളുടെ സാഹിബാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ, നബി പേര് ചൊല്ലി വിളിക്കണം, യാ അസ്ഹാബ സൂറത്തുൽ ബഖറ എന്ന്. അത്രമാത്രം ഒരു ബന്ധം, ഒരു കണക്ഷൻ അതുമായിട്ട് ഉണ്ടാകണമെന്നർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ഖുർആനുമായി ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ സാഹിബാവുക. അങ്ങനെ സാഹിബായാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. ഖുർആൻ നമ്മുടെ കൂട്ടുകാരനായാൽ, ഖുർആനെ നാം കൂട്ടുകാരനായി സ്വീകരിച്ചാൽ, ഖുർആൻ നമ്മെ കൂട്ടുകാരനാക്കിയാൽ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഭയങ്കരമാണ്. അതിലേറ്റവും പ്രധാനമായ ഒന്നാമത്തേത്, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, അണഞ്ഞു പോകാത്ത പ്രകാശം, ഒരു നൂർ നമുക്കുണ്ടാകും, ഒരു പ്രകാശം. ഭയങ്കരമാണ്. അതാണ് ഞാൻ ഓതി വെച്ച സൂറത്തു ഷൂറായിലെ 52-ാമത്തെ വചനം. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ. നമ്മുടെ കൽപ്പനയിൽ നിന്ന് ഒരു റൂഹിനെ നാം നിനക്ക് വഹയ്യായി നൽകി. റൂഹ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. ആ സമയത്ത് കിതാബ് എന്താണ്, ഈമാൻ എന്താണ് എന്ന് നിനക്കറിയാമായിരുന്നില്ല. നബിയോടാ പറയുന്നത്. വലാകിൻ ജഅൽനാഹു നൂറൻ, ജഅൽനാഹു നൂറൻ. ഇവിടെ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ ഖുർആനെയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് പറയാം വലാകിൻ ജഅൽനാഹു,
അതിനെ അഥവാ ആ ആത്മാവിനെ, ആത്മാവ് ഏതാ? ഖുർആനാണ്. അതിനെ നാം നിനക്ക് പ്രകാശമാക്കി തന്നു. നൂറൻ നഹ്ദി ബിഹി മൻ നശഉ മിൻ ഇബാദിന. നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അത് മുഖേന ഹിദായത്ത് നൽകി. വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. അത് മുഖേന നീ ജനങ്ങളെ സിറാത്തുൻ മുസ്തഖീമിലേക്ക് നയിക്കുകയും ചെയ്തു. ഇവിടെ നൂർ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഖുർആൻ പ്രകാശമാണ്. ആ പ്രകാശം നമുക്ക് ബോധ്യമാകണമെങ്കിൽ നമ്മൾ ഖുർആൻ്റെ കൂട്ടുകാരനാകണം. ഏത് സ്ഥലത്തും നമുക്കൊരു വെളിച്ചമായി ഖുർആനുണ്ടാവും. പക്ഷേ ഖുർആൻ്റെ കൂട്ടുകാരനാകണം. സുഹബത്തുണ്ടാകണം, സഹവസിക്കണം. മനസ്സിലായില്ലേ? പേരറിയാത്ത കൂട്ടുകാരനെ പോലെയല്ല, പേരറിയുന്ന, അവൻ്റെ വികാരവും വിചാരവും അറിയുന്ന ആ ഒരു രീതിയിലുള്ള കൂട്ടുകെട്ട്, അതാണ് സുഹബത്ത് എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതാണ് ഒന്നാമത്തെ ഗുണം. ഇവിടെ നോക്കൂ, ഇവിടെ എന്തൊരു രസകരമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അത് പറയുന്നത്. നൂറാക്കി എന്ന് പറയുന്നത്, ആ പ്രകാശം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആനെ കുറിച്ച്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അതിനാണ് ഖുർആൻ ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് അതാണ്. ഒരു വെളിച്ചം, ഇരുട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. ആ ഇരുട്ടിന് വെളിച്ചം പകരുന്ന ഒരു കൂട്ടുകാരനായി ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകും. രണ്ടാമത്തേത്, ഈ ഖുർആനുമായി ഖുർആനെ നാം സാഹിബായി സ്വീകരിച്ചാൽ, ഖുർആനുമായി നാം സഹവസിക്കാൻ തയ്യാറായാൽ നമ്മളെപ്പോഴും ഹുദയിലായിരിക്കും, സന്മാർഗത്തിലായിരിക്കും. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ഖുർആനല്ലാത്ത ഒരു ഗ്രന്ഥവും ആവശ്യമില്ല. നമുക്ക് സൗഭാഗ്യത്തിന്, അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് മാനസികമായ ഫലം കിട്ടാൻ നമ്മൾ വേറെ ഗ്രന്ഥങ്ങൾ അവലംബിക്കേണ്ടതില്ല, വേറെ ബുക്കുകൾ നമ്മൾ വായിക്കേണ്ടതില്ല. കാരണം ഈ ഖുർആൻ അതിനുള്ളതാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള ഹുദയാണ് ഖുർആൻ. ദാലിക്കൽ കിതാബ്, ഒന്നാമത്തെ വരി അതല്ലേ, ലാ റൈബ ഫീഹി ഹുദ ലിൽ മുത്തഖീൻ. കൃത്യമായ ഗൈഡ് ലൈൻ, ഹുദ അതാണ്, ഗൈഡ് ലൈൻ ഇതിലുണ്ട്. നമ്മൾ വേറെ ബുക്കുകൾ വായിക്കാൻ പോകേണ്ടതില്ല. എന്തിനാ വേറെ ബുക്ക്? ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അഖ്വം എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈ ഖുർആൻ നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് അഖ്വമിലേക്കാണ്, ഏറ്റവും ശരിയായതിലേക്ക്. ഏറ്റവും ശരിയായത് എവിടെ പോയാൽ കിട്ടും? ഖുർആനിൽ കിട്ടും. അതാണ് ഖുർആൻ. ഭയങ്കര സംഭവമല്ലേ, ഭയങ്കര സംഭവമല്ലേ. ഏറ്റവും ശരിയായതിലേക്ക് നമ്മളെ എത്തിക്കും, ഏറ്റവും ശരിയായതിലേക്കേ എത്തിക്കൂ. നിങ്ങൾ ആലോചിക്കൂ, നമുക്ക് എന്തിനാണ് പിന്നെ ഈ പാശ്ചാത്യരുടെയും പൗരസ്ത്യരുടെയും ഒക്കെ വേറെ വേറെ കൾച്ചറുകൾ, അല്ലെങ്കിൽ അവരുടെ പബ്ലിക്കേഷൻസുകൾ, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങൾ എന്തിനാ നമുക്ക്? ഈ ഖുർആനിൽ ഹുദയുണ്ട്. ഈ ഖുർആനാണ് ഏറ്റവും ശരിയായതിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്ന് അള്ളാഹു നമുക്ക് വിവരിച്ചു തരികയല്ലേ. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാർ. മൂന്നാമത്തെ കാര്യം, ഖുർആൻ്റെ സാഹിബ്, ഖുർആനുമായി നമ്മൾ സഹവസിച്ചാൽ നമ്മളെപ്പോഴും ഒരു ഹാപ്പി മൂഡിലായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ സുഹബത്തുണ്ടാകണം, സഹവാസമുണ്ടാകണം. ഖുർആൻ്റെ ആളാന്ന് പറഞ്ഞാൽ പോരാ, സഹവസിക്കണം ഖുർആനുമായി. ഹാപ്പി മൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനർത്ഥം ഖുർആനിൻ്റെ സാഹിബിന് ദുഃഖം ഉണ്ടാവില്ല എന്നല്ല, ഭയമുണ്ടാവില്ല എന്നല്ല, രോഗം ഉണ്ടാവില്ല എന്നൊന്നുമല്ല. പക്ഷെ ഇതൊന്നും അവനെ ബാധിക്കില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ സമാധാനത്തെയോ ശാന്തിയെയോ
അതൊക്കെ അവനുണ്ടാകും. കാരണം അവനും മനുഷ്യനാണല്ലോ, വേറൊരു ജീവിയൊന്നുമല്ലല്ലോ, മനുഷ്യനാണ്. പക്ഷേ അവൻ്റെ രോഗമോ അവൻ്റെ സങ്കടമോ അവൻ്റെ നിരാശയോ അവനെ ബാധിക്കൂല. അതാണ് ഭയങ്കര അത്ഭുതമാണ്. അത് അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽമുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ജനങ്ങളെ, ഖദ് ജാഅക്കും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ വന്നിരിക്കുന്നു. കേവലം സതുപദേശമല്ലാതെ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഷിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ നെഞ്ചകത്തുള്ള, നിങ്ങളുടെ മനസ്സിനകത്തുള്ള, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ രോഗങ്ങളുടെയും ഷിഫയാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു, നമുക്കിതിങ്ങോട്ട് ബോധ്യമാണില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ സുഹബത്തില്ലാത്തതുകൊണ്ടാണ് ബോധ്യമാകാത്തത്. സഹവസിക്കണം, ഖുർആനുമായി സഹവസിച്ചാൽ ആ ഷിഫാഉൽ ലിമാ ഫിസ്, നമ്മൾ അനുഭവിക്കും, അത് അനുഭവിക്കും. ഏതൊരു ദുഃഖം വന്നാലും, ഏതൊരു സങ്കടം വന്നാലും, ഏതൊരു രോഗം വന്നാലും ഒരു ഷിഫയായി ഖുർആൻ നമ്മുടെ ഒപ്പം ഉണ്ടാകും. വഹുദൻ, നേരത്തെ പറഞ്ഞതാണ്, വറഹ്മതൻ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര കാരുണ്യമായിരിക്കും. ഖുർആനിൽ നിന്ന് കാരുണ്യത്തിൻ്റെ മഴ ഇങ്ങനെ വർഷിക്കും. ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക്. എന്നിട്ട് അല്ലാഹു പറയാ, ഖുൽ, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. ബിഫദ്ലില്ലാഹി, ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞ സ്ഥലം പറയില്ല. ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും. ഫദ്ലുല്ലാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഈമാനാണ്. ഈമാൻ ബിഫദ്ലില്ലാഹി, അത് അള്ളാഹു നൽകുന്ന ഫദ്ല, ശ്രേഷ്ഠതയാണ് ഈമാൻ. വബിറഹ്മതിഹി എന്ന് പറഞ്ഞാൽ നബി വിശദീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഖുർആനാ. ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. സന്തോഷിക്കാൻ നമുക്ക് തന്നത് എന്താ? ഖുർആനാ. ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ആ ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാറ്റിനേക്കാളും ഉത്തമമായത്. എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ റമളാൻ്റെ പടിവാതിൽക്കലാണ് വന്നു നിൽക്കുന്നത്. ഖുർആനുമായി സ്വഹബത്ത് ഉണ്ടാക്കാൻ ഇത്ര നല്ല വേറെ സമയം പറയില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാർ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഹാപ്പിനെസ് എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഓരോ ദുആ പഠിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് ആ ദുആ. അതിന് നബി തന്നെ പറഞ്ഞ പേര് ദുആഉൽ ഹമ്മി വൽ ഹുസ്ൻ എന്നാണ്. ദുഃഖവും പ്രയാസവും ഒക്കെ പോകാനുള്ള ഒരു ദുആ ആയിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ആ ദുആ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണ്. അദ്ദേഹം പറയാണ്, നബി പറഞ്ഞതായിട്ട് ഒരു മനുഷ്യന് എന്തെങ്കിലും ദുഃഖമോ സങ്കടമോ ഒക്കെ വന്നാൽ ഈ ദുആ പറഞ്ഞാൽ മതി, എന്നാൽ അവൻ്റെ ദുഃഖവും സങ്കടവും ഒക്കെ ഇല്ലാതാകും. എന്നിട്ട് ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ആ സ്ഥാനത്ത് ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഈ ദുആ പഠിപ്പിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹ, ഇത്ര അത്ഭുതമുള്ളൊരു സാധനം, എന്നാൽ ഞങ്ങളത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഭയങ്കര സംഭവം അത്. സഹാബത്തിന് അത്ഭുതമായി ഇത് കേട്ടപ്പോൾ. നബി പറഞ്ഞു, ബല യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ, അതെ, അത് കേട്ടവനൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കൽ ബാധ്യതയാണ് എന്ന്. ഈ ദുആ ഖുർആനുമായിട്ട് ബന്ധമുണ്ട്, ഞാനത് പറഞ്ഞത്. ഈ ദുആ വേഗത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ്. ഇബ്നു അബ്ദിക്, അടിമയുടെ മകനാണ്. നാസിയതി ബിയദിക്, എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ്.
അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക്, നിൻ്റെ ഒരടിമ സ്ത്രീയുടെ മകനാണ്. ഇതെന്താ വെച്ചാൽ ഉബൂദിയത്താണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവെ ഞാൻ അടിമയാണെന്ന് മാത്രമല്ല പറയണേ, എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും ഒക്കെ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അങ്ങേയറ്റം വിനീതരാകും. ഞാനൊന്നുമല്ല, ഒന്നുമല്ല. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക്, എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ് എന്ന് വെച്ചാൽ നീ പിടിച്ച് തിരിക്കണ മാതിരിയാണ് ഞാൻ എന്താക്കുക, തിരിയ. ഞാനൊന്നുമല്ല എന്നർത്ഥം, എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക, നിൻ്റെ ഹുക്മ്, നിൻ്റെ വിധി എൻ്റെ വിഷയത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നീ തീരുമാനിക്കുന്ന എല്ലാ തീരുമാനവും എൻ്റെ വിഷയത്തിൽ നീതിയുള്ളതാണ് എന്ന് വെച്ചാൽ അല്ലാഹുവേ നിൻ്റെ ഒരു തീരുമാനത്തിലും എനിക്കൊരു വെറുപ്പുമില്ല. എന്നിട്ട് പറയാം അസ്അലുക, അതുകൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്കുള്ള എല്ലാ പേരുകളെ കൊണ്ടും. അല്ലാഹുവിന് കുറേ അസ്മാഉകളുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി തന്നതാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ സമ്മൈത ബിഹി നഫ്സക്, നീ സ്വയം വിളിച്ച കുറേ പേരുകളുണ്ട്. അല്ലാഹു സ്വയം വിളിച്ച കുറേ പേരുകളുണ്ട്. അന 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 എന്ന് പറഞ്ഞ് വിളിച്ചതുണ്ട്, ഖുർആൻ പറഞ്ഞു തന്നതുണ്ട്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നീ നിൻ്റെ അടിമക്ക് പഠിപ്പിച്ചു കൊടുത്ത പേരുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അടിമ എന്ന് പറഞ്ഞു. ഹദീസിലൂടെ കുറേ പേരുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലാഹു നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഔ അൻസൽതഹു ഫീ കിതാബിക്, നിൻ്റെ കിതാബിൽ നീ അവതരിപ്പിച്ച കുറേ പേരുകളുണ്ട്. ഖുർആൻ നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ ഓരോ ആയത്ത് അവസാനിക്കുന്നിടത്തും കാണാം ഇന്നല്ലാഹു സമീഉൻ അലീം, ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അങ്ങനെ കാണാം. അതൊക്കെ ഖുർആനിലുള്ളതാണ്, പോരാ. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, കുറേ പേരുകൾ ഇങ്ങോട്ട് തന്നിട്ടില്ല, അത് അള്ളാഹുവിൻ്റെ ഇൽമുൽ ഗൈബിൽ, അള്ളാഹുവെ നിൻ്റെ അദൃശ്യജ്ഞാനത്തിൽ നീ സൂക്ഷിച്ചു വെച്ചതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അസ്മാഉകൾ അള്ളാഹുവിനുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, ഇനിയുള്ള ശ്രദ്ധിക്കേണ്ടത് എന്ത് വേണം? ഈ ഇസ്മുകളൊക്കെ അള്ളാഹുവെ നിൻ്റെ ഈ മഹത്തായ നാമങ്ങൾ ഉപയോഗിച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണം. എൻ്റെ ഹൃദയത്തിലോ മനസ്സിലോ ഒക്കെ വല്ല പ്രയാസമുണ്ടെങ്കിൽ അതൊരു വസന്തകാലത്തെ കാറ്റടിച്ചു പോകുന്നത് പോലെ പോകണം. ഭയങ്കരല്ലേ? അതുകൊണ്ടാണ് ദുഃഖത്തിൻ്റെ പ്രാർത്ഥന, ദുഃഖം പോകാനുള്ള പ്രാർത്ഥന നബി പറഞ്ഞു. പോരാ, വനൂറ സദ്രി, എൻ്റെ മനസ്സിൻ്റെ പ്രകാശമാകണം. എൻ്റെ മനസ്സ് നിറച്ച് ഇരുട്ടാ, ഒരുപാട് പ്രശ്നം, പ്രതിസന്ധി, ഒരുപാട് പ്രതിസന്ധി. മനുഷ്യന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലർക്കും പല പ്രതിസന്ധികളാണ്. ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, ചിലർക്ക് ആരോഗ്യ പ്രതിസന്ധിയാണ്, ചിലർക്ക് കുടുംബ പ്രതിസന്ധിയാണ്, പല പ്രതിസന്ധിയും. എല്ലാ പ്രതിസന്ധിയും ഒരു ആ നെഞ്ചിൻ്റെ അകത്തേക്ക്, ഹൃദയത്തിൻ്റെ അകത്തേക്ക്, മനസ്സിൻ്റെ അകത്തേക്ക് ഈ പ്രകാശം വന്നാൽ പോകും. വനൂറ സദ്രി വജല അഹ്സ്നി, എൻ്റെ ദുഃഖങ്ങൾ നീങ്ങിപ്പോകണം. വദഹാബ ഹമ്മി, എൻ്റെ മാനസിക വ്യഥകൾ പോകണം. അതിനാര് കാരണമാകും? ഖുർആൻ. അതാണ് അൻത ജഅലൽ ഖുർആന എന്ന് പറഞ്ഞത്. ഖുർആൻ കൊണ്ട് ഇതൊക്കെ പോകുമെന്നർത്ഥം. നോക്ക് നിങ്ങൾ, എത്ര ക്ലിയറായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നത്. പക്ഷെ നമുക്കെന്താ വെച്ചാൽ ഈ ഖുർആൻ ഒരു കൂട്ടുകാരനായി, നമ്മുടെ സങ്കടങ്ങൾ തീർക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു കൂട്ടുകാരനായി ഈ ഖുർആൻ നമുക്ക് മാറിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. മാറണം. അവിടെയാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമ്മൾ വിജയിക്കുക. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴും മനസ്സിലാക്കണം. അതാണ് നാലാമത്തെ സംഗതി. സഹോദരങ്ങളെ, ഖുർആൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഖുർആനുമായുള്ള സഹവാസം നമുക്കുണ്ടെങ്കിൽ, ഖുർആൻ നമ്മുടെ സാഹിബാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് മലക്കുകൾക്ക്. അതെ, ഖുർആൻ കേൾക്കാൻ ഇഷ്ടമാണ്, ഖുർആൻ്റെ ആളുകളെ ഇഷ്ടമാണ്, ഖുർആൻ ചർച്ച ചെയ്യുന്ന സ്ഥലം അള്ളാഹുവിന് മലക്കുകൾക്ക് ഇഷ്ടമാണ്.
ഈ സദസ്സിൻ്റെ ചുറ്റും മലക്കുകളുണ്ട്, കാവൽ നിൽക്കുന്നു, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ട്. എവിടെയൊക്കെ നമ്മൾ ഈ സാഹിബുൽ ഖുർആൻ, ഖുർആനെ കൂട്ടുകാരനാക്കിയവൻ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ മലക്കുകളുണ്ടാവും. എത്ര ഹദീസുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലത്തുള്ള അനുഭവങ്ങൾ, നബിയുടെ ജീവിതത്തിൽ സഹാബത്തിനുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മലക്കുകൾ കൂടെ പോയത്, നമ്മളെ കൂടെയും മലക്കുകൾ വരും. നമുക്ക് സംരക്ഷണമായും നമുക്ക് സമാധാനം നൽകുന്നവരായും ഒക്കെ മലക്കുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ ഖുർആൻ ഉണ്ടാകണം. ഖുർആൻ നമ്മുടെ സാഹിബായി മാറണം എന്നർത്ഥം. ഇതൊരു വല്ലാത്ത അനുഭവമായിരിക്കും. അപ്പം മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത സൃഷ്ടികളാണ്, കാണൂല. പക്ഷെ അവരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു സംരക്ഷണം നമുക്ക് അനുഭവപ്പെടും, നമുക്കത് ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഖുർആൻ സാഹിബായാലുള്ള ഗുണം, നമുക്കെന്ന് തോന്നും. അതാണ്. മറ്റൊന്ന് സഹോദരന്മാരെ, അഞ്ചാമത്തെ കാര്യം, ഖുർആൻ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങൾക്കുമുള്ള വ്യാഖ്യാനമാണ്. എന്തിനും അതും ലോജിക്കൽ വ്യാഖ്യാനം. അതാണ്, സാധാരണ വ്യാഖ്യാനമല്ല. ആത്മീയമായ വ്യാഖ്യാനമുണ്ട്, ഭൗതികമായ വ്യാഖ്യാനവുമുണ്ട്. ജീവിതത്തിലെ ഏത് തരം പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട്. ഖുർആൻ അതിന് മറുപടി തരും. നോക്കൂ, ഖുർആനിൽ പരാമർശിക്കാത്ത ഒരു പ്രകൃതി പരമായ സംഭവങ്ങളുമില്ല. ഏതും നിങ്ങൾ വായിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച മറ്റേ ദുരന്തങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ പറഞ്ഞില്ലേ, പല രീതിയിൽ അള്ളാഹു മനുഷ്യരെ ശിക്ഷിച്ച രീതി പറഞ്ഞല്ലോ. അതിൽ ഏതൊക്കെ ശിക്ഷകൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നുണ്ടോ അതൊക്കെ ഖുർആനിലുണ്ട്. അതൊക്കെ വിശദമായി ഖുർആനിലുണ്ട്. എല്ലാറ്റിനും കാരണമുണ്ട്. കാരണം പറഞ്ഞല്ലോ നമ്മൾ, എല്ലാറ്റിനും കാരണവും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ പ്രത്യേകത. ആറാമതായി മനസ്സിലാക്കേണ്ടത്, ഖുർആൻ നമ്മുടെ സാഹിബായി കഴിഞ്ഞാൽ നിരന്തരമായ ബർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ബർക്കത്ത് എന്താ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. നിരന്തരം തീരാത്ത ബർക്കത്ത്. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. ഒരു സഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. നീണ്ട ഒരു ഹദീസാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നബി പറഞ്ഞു, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണം, കാരണം ഖുർആൻ അതിൻ്റെ അസ്ഹാബുകൾക്ക് ശുപാർശകനായി വരും. എന്നിട്ട് നബി പറഞ്ഞു, ഇഖ്റഉ അസ്സഹ്റാവൈൻ അൽ ബഖറത വ ആല ഇംറാൻ. സഹ്റാവൈൻ നിങ്ങൾ സഹ്റത്ത് എന്ന് പറഞ്ഞാൽ നൂറാണ്. രണ്ട് പ്രകാശം തരുന്ന ആ പ്രകാശങ്ങളെ നിങ്ങൾ പാരായണം ചെയ്യണം. എന്നിട്ട് നബി ഏതാ പ്രകാശം എന്ന് പറഞ്ഞു? അൽ ബഖറയും ആല ഇംറാൻ. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹാ തഅതിയാന യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാൻ. ഖിയാമത്ത് നാളിൽ അത് രണ്ടും രണ്ട് മേഘങ്ങളെപ്പോലെ വരും നിങ്ങളുടെ മുകളിൽ. എന്നുവെച്ചാൽ നമുക്കിങ്ങനെ തണലിട്ട് തന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ കഅന്നഹുമാ ഗയായതാൻ, രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഗയായതാൻ, അതൊരു ഒരു ഒരു ഷെയ്ഡായി നമ്മുടെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും, ഷെയ്ഡായി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, എന്തൊരു രസമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തീർന്നില്ല. ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ തൈരിൻ സവാഫ്, അല്ലെങ്കിൽ രണ്ട് പക്ഷിക്കൂട്ടങ്ങളെപ്പോലെ നമ്മുടെ മുകളിൽ ഉണ്ടാവും. ഈ പക്ഷിക്കൂട്ടങ്ങൾ ഇങ്ങനെ ഇടതിങ്ങി പക്ഷിക്കൂട്ടങ്ങൾ പറക്കുമ്പോൾ അതും നമുക്ക് എന്താവും? തണലാവും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. നമ്മളിപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്, തീർന്നില്ല. പിന്നെ നബി പറഞ്ഞു, തുഹാജാനി അൻ അസ്ഹാബിഹിമാ. അത് രണ്ടും അതിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കും. ഏത്? ബഖറയും ആല ഇംറാൻ. പക്ഷേ അതിൻ്റെ സാഹിബാകണം.
അതാണ് നമ്മൾ അറിയേണ്ടത്, എന്താ സുഹബത്ത്. എന്നിട്ട് നബി പ്രത്യേകം പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ. എൻ്റെ വിഷയം അതാണ്, നമ്മളെ വാക്ക് അവിടെയാണ്. ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖ്ദഹാ ബറക. നിങ്ങൾ സൂറത്തുൽ ബഖറ പ്രത്യേകം സ്വീകരിക്കണം, വായിക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം. കാരണം അത് കിട്ടിയവൻ ബർക്കത്ത് കിട്ടി. സുബ്ഹാനല്ലാഹ്. വതർകുഹാ ഹസറ. അത് പഠിക്കാതെ വിട്ടേച്ചു പോവുക, ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവന് ഖേദം തീർത്താ തീരൂല. അതാണ് ഹസ്ര. ലാ തസ്തതിഉഹൽ ബതല. ബത്തല എന്ന് പറഞ്ഞാൽ രണ്ടാശയ. ഒന്ന്, ഈ സിഹർ ചെയ്യുന്നവരാണ് ബത്തല, സാഹിറുകൾ. അവർക്കത് കഴിയില്ല, പഠിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ബത്തല എന്ന് പറഞ്ഞാൽ അലസന്മാരെന്ന് പറഞ്ഞു. അലസൻ. സുബ്ഹാനല്ലാഹ്. ബഖറ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ അലസന്മാരായി മാറും. നിങ്ങൾ ആലോചിക്കും, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യം ഖുർആൻ മൊത്തം പറഞ്ഞു സാഹിബാക്ക്, പിന്നെ 2 സൂറത്ത് പറഞ്ഞു, പിന്നെ മൂന്നാമത് ഒരു സൂറത്ത് പ്രത്യേകം പറഞ്ഞു. ഏതാണ്? സൂറത്തുൽ. എന്താ കാരണം? അതിൻ്റെ സവിശേഷതയാണ്. അതെങ്കിലും സൂറത്തുൽ ബഖറയെങ്കിലും സാഹിബായി നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നർത്ഥം. സാഹിബായി നമ്മുടെ കൂടെ ഉണ്ടാകണം. ഒറ്റ സൂറത്തേ പറഞ്ഞിട്ടുള്ളൂ. ആ സൂറത്തുണ്ടായാൽ തന്നെ അത് പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അത് ഉൾക്കൊണ്ട് ജീവിക്കുകയും അത് നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യുകയൊക്കെ ചെയ്താൽ അവിടെ എന്തുണ്ടാവും? ബർക്കത്തുണ്ടാവും. അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവും. ഭയങ്കര സംഭവമല്ലേ? ഭയങ്കരല്ലേ? മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാഹുവിന് ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അഹ്ൽ എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവർ, പ്രത്യേകമാക്കപ്പെട്ടവർ. അപ്പം സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, ആരാണ് അള്ളാഹിൻ്റെ അഹ്ലുകാർ, അള്ളാഹുവിൻ്റെ വേണ്ടപ്പെട്ടവരാരാ? ഖാല, നബി പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവരാണ് ഖുർആനിൻ്റെ വേണ്ടപ്പെട്ടവർ. അഹ്ലുല്ലാഹി വഖാസതുഹു, അവരാണ് അള്ളാഹുവിൻ്റെ വേണ്ടപ്പെട്ടവർ, അള്ളാഹുവ് പ്രത്യേകമാക്കിയവർ. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. വല്ലാത്തൊരു പദമാണ് അഹ്ല് പറഞ്ഞത്. അഹ്ല് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫാമിലി എന്നൊക്കെ പറയുന്നതിനാണ് അഹ്ല് പറയൽ, അഹ്ല് അയാൽ എന്നൊക്കെ പറയൽ. അതാണ് അള്ളാഹുവിൻ്റെ ഫാമിലിയാണെന്ന് പറഞ്ഞു. അത്ര ബന്ധം അള്ളാഹുമായി ഉണ്ട് എന്നർത്ഥം. ഭയങ്കരല്ലേ? ഈ ഖുർആനെ നമ്മൾ സാഹിബാക്കിയാൽ അള്ളാഹുവിൻ്റെ അഹ്ലായി നമ്മൾ മാറും. ഇപ്പം എന്താ അള്ളാഹുവിൻ്റെ അഹ്ലായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ആ വേണ്ടപ്പെട്ടവരായി തീർന്നാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഏഴാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക്, ഖുർആൻ മനുഷ്യനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും എന്ന്. ഉയർത്തും ചെയ്യും, താഴ്ത്തും ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹു എന്നാൽ പ്രത്യേക ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിക മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ പുലർത്തണം, എല്ലാവരും പുലർത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നട്ടപ്പാതിരിക്കൊക്കെ മനുഷ്യന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ചരിത്രം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തുകയാണ് അദ്ദേഹം. എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, എനിക്ക് അബദ്ധം വന്നിട്ടുണ്ടോ എന്ന്. ആ കൂട്ടത്തിൽ വന്ന ഒരു സംഭവം, നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. മക്ക വിജയകാലത്ത് ആമുൽ ഫത്ഹ് അന്ന് വിശ്വസിച്ച ആളാണ്, മക്കയിൽ വിശ്വസിച്ച ആളാണ്. ആ മനുഷ്യനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മക്കയിലെ ഗവർണറാക്കി. മരിക്കണേ വരെ അദ്ദേഹം മക്കയിലാണ് മരിച്ചത് അദ്ദേഹം. അപ്പോൾ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. മക്കയിലേക്ക് വരുമ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിയിൽ ഉള്ള ഒരു പ്രദേശമാണ് അസ്ഫാൻ. ഇന്നും ആ പ്രദേശമുണ്ട്. മക്കയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരെയാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു ഗവർണറോട്, നീ അസ്ഫാനിൽ വരണം, ഒന്ന് കാണണം അവിടെ വെച്ച്, ഒരു ഡിസ്കഷന് വേണ്ടിയാണ്. അങ്ങനെ നാഫിഅ എന്ന ഗവർണർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അസ്ഫാനിൽ വന്നു. അസ്ഫാനിലെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ആദ്യം ചോദിച്ച ചോദ്യം എന്താ അറിയോ? മൻ ഇസ്തഅമൽത അലാ അഹ്ലിൽ വാദി, നീ വരുമ്പോൾ അവിടെ ആരെ ഏൽപ്പിച്ചാ പോതെന്ന്. ഭയങ്കര ചോദ്യമാണ്. ഗവർണറാണല്ലോ, ഗവർണറിന് നാട് വിടുമ്പോൾ എന്താക്കണം? പ്രതിനിധിനെ ഏൽപ്പിക്കണം. ആരെ ഏൽപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു ഇബ്നു അബ്സ എന്ന് പറഞ്ഞു. ഇബ്നു അബ്സയെ അബ്സൻ്റെ മകനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമർ ചോദിച്ചു, ആരാണ് അയാൾ? വമൻ ഇബ്നു അബ്സ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൗല മിൻ മവാലീന. മൗല എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ട അടിമയാണ്. ഒരടിമ, മോചിപ്പിക്കപ്പെട്ട ഒരടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഉമർ ഖത്താബ് തിരിച്ചു ചോദിച്ചു, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല, നീ ഒരു മോചിപ്പിക്കപ്പെട്ട അടിമയാണോ നിന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചു പോന്നിട്ടുള്ളത് എന്ന്. അപ്പം നാഫി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ് വ ഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്. അദ്ദേഹം ഖുർആൻ അറിയുന്ന ആളാ, സാധാരണ ഒരു അടിമയല്ല, ഖുർആൻ അറിയുന്ന ആളാ. ഇൽമുൽ ഫറായിദ് എന്ന് പറഞ്ഞാൽ ഈ ധനവിതരണ ശാസ്ത്രമാണ്. ഈ അനന്തരാവകാശ സ്വത്തൊക്കെ വിതരണം അതൊക്കെ അറിയുന്ന ആളാണ്, വലിയ ആളാണ്, പണ്ഡിതനാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാൽ, അതെ, നിങ്ങളുടെ നബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, ഈ കിതാബ് കൊണ്ട് അള്ളാഹു ചില ജനങ്ങളെ ഉയർത്തും. ഇയാളാരാ? അടിമയാണ്. ആ അടിമയെ ആരാക്കി? ഗവർണറുടെ പ്രതിനിധിയായി നിശ്ചയിച്ചു പോരാൻ മാത്രം. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ. കേൾക്കണം, ഞാൻ അടുത്തതാണ് നമ്മളെ പേടിപ്പിക്കേണ്ടത്. വയളഉ ബിഹി ആഖരീൻ. ചില ആൾക്കാരെ അള്ളാഹു ഖുർആൻ കൊണ്ട് താഴ്ത്തിക്കളയും. നമ്മളതിലാ. നമ്മൾ ഭയപ്പെടണം, പേടിക്കണം, നമ്മൾ സത്യത്തിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സത്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയാണ് സത്യത്തിൽ? ഇത് നമ്മളുടെ അവസ്ഥ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം. എന്താ നമ്മുടെ അവസ്ഥ? ഇന്നെന്താ നമ്മളെ അവസ്ഥ? മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന നമുക്ക് നോവലുകൾ വായിക്കാൻ സമയമുണ്ട്, അല്ലേ? ഫിലോസഫി വായിക്കാൻ സമയമുണ്ട്, കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും ഒക്കെ വായിക്കാൻ സമയമുണ്ട്. എന്ത് വായിക്കാൻ സമയമില്ല? ഖുർആൻ വായിക്കാൻ സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില യാത്രയിലൊക്കെ ചില ആൾക്കാരുടെ അടുത്ത് ഇത്ര കട്ടിയുള്ള പുസ്തകം ഉണ്ടാവും. ഒരു നോവലായിരിക്കും, അവർ വായിക്കുകയാണ്, ഇരുന്ന് വായിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം സാധനന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പഠിക്കാൻ ഒരാളെ വിളിച്ചാൽ അയാൾ പറയും, ഓ സോറി, തിരക്കാ, സമയമല്ല. നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന ആൾക്ക് എല്ലാറ്റിനും സമയമുണ്ട്. ഒരു മണിക്കൂർ ചുരുങ്ങിയത് അയാൾ ജിമ്മിൽ പോകാറുണ്ട്, എക്സസൈസ് നടത്താറുണ്ട്, എല്ലാത്തരം ആക്ടിവിറ്റിയും പുള്ളിക്കാരനുണ്ട്. പക്ഷെ എന്തിന് നേരല്ല? ഖുർആൻ പഠിക്കാൻ നേരല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ മുസ്ലിമീങ്ങളുടെ ദുരവസ്ഥ എന്തുമാത്രം സങ്കടമായി എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ അവരുടെ മത പ്രബോധന വേദികളിൽ പോലും ഖുർആനിനെ ഉപേക്ഷിച്ച്, ഖുർആനിലെ കഥകൾ ഉപേക്ഷിച്ച് സിനിമാ കഥകളും ഫിലോസഫികളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ? പുതുമ വേണത്രേ. എന്തിനെ നമ്മൾ ഉപേക്ഷിച്ചത്? നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, നമ്മൾ മാറണം.
നമുക്കൊരു മടക്കം ആവശ്യമാണ്. സാധാരണ മടക്കമല്ല, സത്യസന്ധമായ മടക്കമുണ്ടാകണം. അള്ളാഹു നോക്കുന്നത് നമ്മുടെ സത്യസന്ധതയാണ്. നമ്മൾ ഇതിൽ നിന്നൊക്കെ മടങ്ങണം. നമുക്ക് ഈ ഖുർആൻ നമ്മുടെ സാഹിബാകണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. വിജയം അതാണ്. സത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചില സംഭവങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് സിനിമയിലെ കഥയൊന്നും പറയാൻ അറിയില്ല. സിനിമ കാണാത്തതുകൊണ്ടൊന്നുമല്ല. കണ്ട സിനിമയുടെയൊന്നും കഥ ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും ഇപ്പം നിങ്ങൾക്ക് അറിയാലോ എന്താ സിനിമ എന്ന്. പക്ഷേ ചില കഥ ഉണ്ട് എൻ്റെ അടുത്ത്. കഥയല്ല, ചില മഹാസംഭവങ്ങൾ. ഖുർആനുമായി സുഹ്ബത്തുണ്ടാക്കിയത് കൊണ്ട് കിട്ടിയ അനുഭവങ്ങൾ ഭയങ്കരമാണ്. ഹിജ്റ 373 മരിച്ച ഒരു മഹാപണ്ഡിതനുണ്ട്, മുഹമ്മദുൽ ഖുദരി ബക്ക് എന്ന് പറഞ്ഞ പണ്ഡിതൻ. ഈജിപ്തിലാണ് അദ്ദേഹം ജീവിച്ചതും ജനിച്ചതുമൊക്കെ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക ചരിത്രവും ഇസ്ലാമിക സംസ്കാരവും ഒക്കെ ഏറ്റവും കൂടുതൽ എഴുതിയ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പറയുന്നുണ്ട്, അത് വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, 30 സന ലം യുസ്ബിനി മറത്ത്. 30 വർഷമായിട്ട്, അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാനം പറയാം, 30 വർഷമായിട്ട് എനിക്കൊരു രോഗവും വന്നിട്ടില്ല. ഒരു രോഗവും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു എന്താ കാരണമെന്ന്. അദ്ദേഹം പറഞ്ഞ കാരണം കേൾക്കണ്ടേ? നമ്മളൊക്കെ പല കാരണവും പറയും, രോഗം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ നമുക്ക് വന്നല്ലോ അല്ലേ കുറേ. അദ്ദേഹം പറഞ്ഞ കാരണം, അനകുല്ലി യൗം അഖ്റഉ 3 അജ്സ. എല്ലാ ദിവസവും ഞാൻ 3 ജുസ് ഖുർആൻ വായിക്കും. എന്നിട്ട് അദ്ദേഹം പറയാം, അഅ്തഖിദു ബിബറകതി ഹാദാ ലം ഉസിബ് ഹാദിഹി സിനീന അൽ മറത്ത്. എനിക്കുറപ്പുണ്ട് ഈ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ടാണ് 30 വർഷമായിട്ട് ഒരു രോഗവുമില്ലാതെ ഞാൻ കഴിഞ്ഞുകൂടുന്നത്. കഥയാണല്ലേ. ഞാനും പറഞ്ഞ് എന്നോട് നിങ്ങളാരും സനദൊന്നും ചോദിച്ചു വരണ്ട. കാരണം ഒറ്റ സിനിമ കഥയും കേട്ടിട്ട് നിങ്ങളാരും സനദ് ചോദിച്ചിട്ടില്ലല്ലോ. ഇത് മുസ്തഫ റാഫി അദ്ദേഹത്തിൻ്റെ വഹ്യുൽ ഖലം എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്കവിടെ നിന്ന് കിട്ടിയതാണ്. ഷെയ്ഖ് മുഹമ്മദുൽ മൻസൂർ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ സമകാലികനായ ഒരു മഹാപണ്ഡിതനാണ്. 1350 ജനിക്കുകയും 1420 വഫാത്താകുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് 8ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. 8ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 32 മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 32 മക്കൾ. ചില കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും, മഹാപണ്ഡിതന്മാരാണ്. ഷെയ്ഖ് മുഹമ്മദുൽ മൻസൂർ അദ്ദേഹം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഖുർആൻ മനപാഠമാക്കിയ മനുഷ്യനാണ്. വലിയ കഥയാണ്. മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. സൗദി അറേബ്യയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ഒരുപാട് മഹാസ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പ്രധാന യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹം അധ്യാപകനായിരുന്നു. നമ്മുടെ വിഷയം അതല്ല. അദ്ദേഹത്തിന് ഖുർആനുമായുള്ള സുഹ്ബത്ത് കാരണമായി അദ്ദേഹത്തിൻ്റെ മരണദിവസം ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം പറഞ്ഞു ആളുകളോട് എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ പറഞ്ഞു. എഴുന്നേൽപ്പിച്ചിരുത്തി. ഹോസ്പിറ്റലിലാണ്. രാവിലെ അദ്ദേഹം ഖുർആൻ ഓതാൻ തുടങ്ങി. മഗ്രിബാകുന്നതിന് മുമ്പ് അദ്ദേഹം ഖുർആൻ പൂർത്തീകരിച്ചു. സുഹബത്തിൻ്റെ അവസ്ഥയാണ്. ആ പൂർത്തീകരിച്ച നിമിഷം അദ്ദേഹം മരിച്ചു. അത് നല്ല സന്തോഷമാണ്. എന്നിട്ട് ഖുർആൻ്റെ സുഹബത്ത് നമുക്ക് നൽകുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എത്രയാണ്. ഈജിപ്തിലൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, ഇബ്രാഹിം ഇസ്സത്ത് എന്ന് പറഞ്ഞിട്ട്. ഇബ്രാഹിം ഇസ്സത്ത് വളരെ കുറച്ചു കാലേ ജീവിച്ചിട്ടുള്ളൂ.
3-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. പ്രത്യേകിച്ചും ഈജിപ്തിൻ്റെ ഒരു പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു 70കളും 80കളുമൊക്കെ. ഇപ്പോൾ അടുത്ത കാര്യമാണ് പറഞ്ഞത്. 970 980കളിൽ ജീവിച്ച് മരിച്ച ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഖുത്ബകളായിരുന്നു. 20 വർഷം തുടർച്ചയായി അദ്ദേഹം ഒരു പള്ളിയിൽ ഖുത്ബ നടത്തിയിട്ടുണ്ട്. മസ്ജിദ് അനസ് ബിൻ മാലിക് എന്ന് പറയും, ഈജിപ്തിലെ ഒരു പള്ളിയിലാണ്. ആ ഖുത്ബയുടെ പ്രത്യേകത, ആ ഖുത്ബ ഇപ്പം ലഭ്യമാണ്, പുസ്തകമായിട്ട് ലഭ്യമാണ്. ഖുത്ബ അതെങ്ങനെയായിരുന്നു ചോദിച്ചാൽ, അദ്ദേഹം 1-ാമത്തെ ഖുത്ബ മുതൽ ഖുർആൻ തഫ്സീർ ചെയ്യാൻ ആരംഭിച്ചു. ജീവിതത്തിൻ്റെ അവസാനമാണ്, വളരെ കുറച്ച് കാലമേ ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം പള്ളിയിലേക്ക് വന്നാൽ തന്നെ ഒരു കയറി വരും തന്നെ വല്ലാത്തൊരു ഹൈബത്താണ്, ഒരു ഗാംഭീര്യമാണ്. അദ്ദേഹം മിമ്പറിലേക്ക് കയറിയാൽ ആളുകൾ കരയാൻ തുടങ്ങുമെന്ന്. അദ്ദേഹം ഖുർആൻ മിമ്പറിൽ വെച്ച് തഫ്സീർ ചെയ്ത് പൂർത്തിയാക്കി. സൂറത്തുന്നാസ് പൂർത്തിയാക്കി. അവസാനത്തെ ഖുത്ബ സൂറത്തുന്നാസാണ്. ആ സൂറത്തുന്നാസ് പൂർത്തിയാക്കി അന്ന് അദ്ദേഹം വഫാത്തായി, അദ്ദേഹം മരിച്ചു. അള്ളാഹുവിന് ഇഷ്ടമാകുമ്പം അതാണ് ഈ സുഹബത്തിൻ്റെ ഒരു സവിശേഷത. ആ തഫ്സീർ പൂർത്തിയായെന്ന് അദ്ദേഹം വഫാത്തായി. ഞാൻ കഥ പറയല്ല, ഇതൊക്കെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ സഹാബികളുടെ ജീവിതത്തിൽ മഹാസംഭവങ്ങളാണ്. ഈ ഖുർആൻ്റെ സുഹബത്ത് അവർക്കുണ്ടാക്കി തീർത്ത അവസ്ഥ ഭയങ്കരമാണ്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, നമ്മളൊക്കെ ഈ സുഹബത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഞാൻ ആമുഖമായി കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ കുറേ കൂട്ടുകാർ വന്നില്ലേ? ഇഷ്ടപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന, മങ്ങാത്ത ഓർമ്മകൾ ഇപ്പോഴുമുള്ള ആ രീതിയിൽ ഖുർആൻ നമുക്കായി കിട്ടണം. ആ രീതിയിൽ ഖുർആൻ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ ബഖറ എങ്കിലും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു അവതരണ രീതി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആദ്യം ഖുർആൻ മുഴുവൻ പറഞ്ഞു, പിന്നെ സഹ്റാവൈനി പറഞ്ഞു, പിന്നെ പറഞ്ഞു സൂറത്തുൽ ബഖറയെങ്കിലും കിട്ടിയവരായി വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ കലാമുമായി നമുക്ക് സുഹ്ബത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഖുർആനായിരിക്കണം, ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഖുർആനായിരിക്കണം. വായിച്ചാലും പഠിച്ചാലും പോരാ, ഏറ്റവും കൂടുതൽ ആഴത്തിൽ തദബ്ബുർ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത് ഖുർആനെക്കുറിച്ചായിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവം, രീതി, ജീവിതം അത് ഖുർആനാകണം. എങ്കിൽ ഉറപ്പാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ വാചകല്ലേ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഖുർആൻ കൊണ്ട് അല്ലാഹു നമ്മളെ ഉയർത്തും, ഒരു സംശയമില്ല. ഈ ഖുർആൻ നമ്മൾ അവഗണിച്ചാലോ, ആ ഖുർആൻ കാരണമായി നമ്മൾ താഴ്ന്നു പോവുകയും ചെയ്യും. അതാണ് നബിയുടെ ഒരു ദുആയിൽപ്പെട്ടതാണ്, അല്ലാഹുവേ ഈ ഖുർആനെ എനിക്കനുകൂലമായ സാക്ഷിയാക്കണം, എനിക്ക് പ്രതികൂലമായ സാക്ഷിയാക്കരുത് എന്ന്. ഈ പറയുന്ന എനിക്കടക്കം ഇത് ബാധകമാണ്. ഖുർആനെക്കുറിച്ച് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വായിക്കുന്ന, ഓർക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, പ്രാവർത്തികമാക്കുന്ന, നിങ്ങൾ ആലോചിച്ചു, ഇന്ന് നമ്മുടെ പരാജയത്തിൻ്റെ തന്നെ കാരണം സഹോദരന്മാരെ ഇതിനെ ഒഴിവാക്കിയതാണ്, ഈ ഖുർആനെ ഒഴിവാക്കിയതാണ്. നമ്മൾ പറ്റ പരാജയപ്പെടും. ഇനി ഈ ഖുർആനെ ഒഴിവാക്കിയാൽ പറ്റ പരാജയപ്പെടും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഹ്ലുൽ കിതാബിൻ്റെ ചരിത്രം മുഴുവൻ ഖുർആൻ പറഞ്ഞു തന്നത് അവരുടെ വേദത്തെ അവർ ഒഴിവാക്കിയതാണ്. വേദത്തെ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, കക്ഷിമാത്സര്യമുണ്ടാക്കി. അതല്ലേ നമ്മുടെ ഉമ്മത്തും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ സാഹിബാകാൻ എല്ലാവരും ആഗ്രഹിക്കുക. ഖുർആൻ നമ്മുടെ ആ പദാരും മറന്നു പോകരുത്, സാഹിബാകണം.
നമുക്ക് അസ്ഹാബുൽ ഖുർആനാകണം. ഖുർആൻ നമ്മുടെ സാഹിബാകണം. നാം ഖുർആനിൻ്റെ സാഹിബാകണം. ആ സുഹബത്തിന് വേണ്ടി ആഗ്രഹിക്കണം. എവിടെയാണോ അവസരം കിട്ടുന്നത് അവിടെ ഖുർആൻ്റെ മുമ്പിൽ ഇരിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, ഖുർആനെ തദബ്ബുർ ചെയ്യാൻ, ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ, ഖുർആനിലുള്ള സ്വഭാവം നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലക്കാണ് ഇത്രയും സംഗതികൾ പറഞ്ഞത്. എനിക്കറിയില്ല ഈ പറഞ്ഞത് എന്തുമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന്. ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാൾ ചോദിച്ചൊരു വിഷയം റജബ് മാസത്തെക്കുറിച്ചാണ്. അതും കൂടി പറഞ്ഞ് നമുക്ക് 5 മിനിറ്റ് വരും. ഇപ്പോൾ റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റജബ് മാസം പവിത്രമായ മാസമാണ്. 4 മാസങ്ങൾ പവിത്രമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. മനസ്സിലായില്ലേ? വളരെ പവിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പവിത്രത നമുക്ക് പറഞ്ഞ് കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് റജബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരുന്നത് മിഅ്റാജും ഇസ്രാവും ഒക്കെയാണ്. അതിൻ്റെ പേരിലൊരു നോമ്പുണ്ട്. റജബ് 27-ന് മിഅ്റാജാണ് എന്നും ആ ദിവസം ഒരു നോമ്പും, ഇതൊക്കെയാണ് സത്യത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട മഹാഭൂരിപക്ഷത്തിനും ഓർമ്മ വരും. സത്യത്തിൽ ഒന്നാമത്തെ പ്രശ്നം, ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത് റജബ് മാസത്തിലാണ് എന്നതിന് അടിസ്ഥാനപരമായി ഒരു രേഖയുമില്ല, ചരിത്രപരമായി ഒരു രേഖയില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇസ്രാ മിഅ്റാജിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നോമ്പില്ല. റജബ് മാസത്തിൽ തന്നെ പ്രത്യേകമായ ഒരു നോമ്പ് ഇല്ല. അതാണ് ഷാഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതൻ ഇമാം ഇബ്നുൽ അത്താർ ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നുണ്ട്, റജബു ലൈസ ഫിഹി ശൈഉം മിൻ ദാലിക സിവാ മാ യുശാരികു ഗൈറഹു മിനശ്ശുഹൂർ. റജബ് മാസത്തിന് അതിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ മാസമാണ്, അതിൽ സംശയമില്ല. അതുപോലെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളെപ്പോലെയുള്ള ഒരു ഫളൽ അല്ലാതെ, ഒരു ശ്രേഷ്ഠതയല്ലാതെ പ്രത്യേകമായ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല. വഖദ് ദക്കറ ബഅ്ദുഹും, ചില ആളുകൾ പറയുന്നുണ്ട്, അന്നൽ മിഅ്റാജ വൽ ഇസ്റാ കാന ഫീഹി, ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് ആ മാസത്തിലാണ് എന്ന്. എന്നാൽ വലം യസ്ബുത് ദാലിക്, അതിന് ഒരു പ്രമാണവും ഇല്ല, ഒരു പ്രമാണവും ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നോമ്പ് ഒരു സുന്നത്തായ നോമ്പല്ല. റജബ് 27-ലെ നോമ്പ് എന്ന് പറയുന്നത് ഒരു സുന്നത്തായ നോമ്പല്ല. അങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്ന വിധത്തിൽ ആ നോമ്പ് അനുഷ്ഠിച്ചാൽ അതിന് നമ്മൾ ഭയപ്പെടണം. അത് ബിദ്അത്താകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം സഹീഹുൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയ മഹാപണ്ഡിതനാണ്, ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതൻ. അദ്ദേഹം പറയുന്നുണ്ട്, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. എന്ന് വെച്ചാൽ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിലോ അതിലെ നോമ്പിൻ്റെ വിഷയത്തിലോ പ്രത്യേക ദിവസങ്ങളിലെ നോമ്പിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ പ്രത്യേക രാവിൽ നിസ്കരിക്കുന്ന വിഷയത്തിലോ തെളിവിന് കൊള്ളുന്ന ഒരു ഹദീസും വന്നിട്ടില്ല. ഏത് മാസത്തിലും ചെയ്യുന്ന നിസ്കാരവും നോമ്പൊക്കെ ഈ മാസത്തിലും ചെയ്യാമെന്നല്ലാതെ പ്രത്യേകമായ ഒന്ന് വന്നിട്ടില്ല. ഇനി ഇതുണ്ട് എന്ന് പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസ് ഇങ്ങനെയാണ്, മൻ സാമ യൗമ സാബിഅ വൽ 20 മിൻ റജബ്, റജബിലെ 27 ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ
കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റാണ്. 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തും എന്നാണ് ഹദീസ് എന്ന പേരിൽ പറയുന്ന ഈ വാചകത്തിൻ്റെ ആശയം. അത് കേട്ടാൽ തന്നെ അറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു നോമ്പിന്, റജബ് മാസത്തെ ഒരു നോമ്പിന് 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ്. ഇത് ഹദീസല്ല, ഇത് മൗദൂ ആണ്. മൗദൂ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മൗദൂ എന്ന് പറഞ്ഞാൽ അൽ കദിബുൽ മുഖ്തലഖ് അൽ മസ്നൂഅ് അൽ മൻസൂബ് ഇലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹിയിലേക്ക് കറ്റ് കെട്ടിപ്പറഞ്ഞ വാക്കിനാണ് എന്ത് പറയാ? മൗദൂ. കറ്റ് കെട്ടിപ്പറയാന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, മഹാകള്ളത്തരം റസൂലിലേക്ക് ചേർത്ത് പറയുക എന്നതാണ്. ചുരുക്കത്തിൽ ഈ റജബ് മാസത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഈ മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളതിന് കൃത്യമായി ചരിത്രരേഖകളില്ല. ഇനി ആണെങ്കിൽ പോലും ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദേശം ഇതല്ല. അത് നിങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ കേട്ടല്ലോ, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യലാണ്, റസൂലിനെ സത്യപ്പെടുത്തലാണ്. അത് പരീക്ഷണമായിരുന്നു മുസ്ലിമീൻ. റസൂലുള്ളാഹിക്ക് അത് ഒരാശ്വാസമായിരുന്നു ഇസ്രാ മിഅ്റാജ്. കാരണം നബിയുടെ പത്നി ഖദീജയും നബിയുടെ പിതൃവ്യൻ അബൂ താലിബും വലങ്കയ്യോ ഇടങ്കയ്യോ ആയിരുന്നു. അവർ മരണപ്പെട്ട വർഷം നബി വല്ലാതെ പ്രയാസപ്പെട്ടു, വല്ലാതെ അസ്വസ്ഥനായി. അപ്പം നബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൊണ്ടുപോയതാണ് എന്തിന്? ഇസ്രാനും മേറാജും. നബിക്കത് സമാധാനമായിരുന്നു. തിരിച്ചു വന്ന് നബി ഇത് പറയുമ്പോൾ വിശ്വാസികൾക്ക് പരീക്ഷണമായിരുന്നു അത്. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ആ കാലത്ത് ഒരു സംവിധാനമില്ലല്ലോ. മക്കയിൽ നിന്ന് ഫലസ്തീനിൽ പോയി വരണമെങ്കിൽ എത്ര ദൂരമുണ്ട്? ഇനി ഫലസ്തീനിൽ പോയ കഥ അല്ല പറയുന്നത്, അവിടുന്ന് പിന്നെ 7-ാം ആകാശത്ത് പോയി തിരിച്ചു വന്ന കഥയാണ് ആര് പറയണത്? പറയുന്നത്. ഇപ്പം നബി പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾക്കത് സത്യപ്പെടുത്താനാവുമോ ഇല്ലയോ എന്ന പരീക്ഷണം. അതാണ് ഇസ്രാൻ്റെയും മിഅ്റാജിൻ്റെയും പാഠം. നമ്മൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നത് ഉള്ളറിഞ്ഞാണോ, സത്യസന്ധമാണോ എന്ന പരീക്ഷണമാണ്. ഇതാണ് ഇസ്രാ മിഅ്റാജും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ ഇത് ഒരാളിങ്ങനെ ക്ലാസ്സിന് വരുമ്പോൾ ചോദിച്ചൊരു സംഗതി വിശദീകരിക്കണം, പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭമാണ് എന്നതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ യഥാർത്ഥ രീതിയിൽ നോക്കൂ. നമുക്ക് ഖുർആനുമായി നമ്മൾ സുഹബത്ത് ഉണ്ടാക്കിയാൽ തന്നെ എല്ലാ ഫിത്നയിലും നമ്മൾ രക്ഷപ്പെടും. പിന്നെ നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അസ്ഹാബുകളായി, അഹ്ലുകാരായി അള്ളാഹു നമ്മയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.